ഹിന്ദുക്കളിൽ ഇൻഹെറിറ്റൻസ് ടാക്സ് ഏർപ്പെടുത്തും എന്ന് ഇവരുടെ ഒരു നേതാവ് പറഞ്ഞിട്ടുണ്ട്. നേതാവിൻ്റെ പേര് ഞാൻ മറന്നുപോയി. കോൺഗ്രസ് നേതാവ് സാം പിട്രോഡോ പറഞ്ഞു എന്നാണ്. അല്ല, സാം പിത്രോദയല്ല. സാം പിത്രോദ അത് എൻഡോസ് ചെയ്തു. അത് അല്ലാതെ സാം പിട്രോഡയും പറഞ്ഞിട്ടുണ്ട്. അത് CPM-ന്റെ മാനിഫെസ്റ്റോയിലും പറഞ്ഞിട്ടുണ്ട്. ഇൻഹെറിറ്റൻസ് ടാക്സ് വിൽ ബി ഇൻസ്റ്റിറ്റ്യൂട്ടഡ് എന്ന് CPM-ന്റെ ഇതിലും പറഞ്ഞിട്ടുണ്ട്. ഞാനതാ പറഞ്ഞത്, പല കാര്യത്തിലും CPM-ന്റെ മാനിഫെസ്റ്റോയും കോൺഗ്രസിന്റെ മാനിഫെസ്റ്റോയും ഒന്നാകുന്നു. മാവോയിസ്റ്റ് മാനിഫെസ്റ്റോ ആകുന്നു. ജനങ്ങളിൽ നിന്ന് സ്വത്ത് പിടിച്ചിറക്കി. അത് കഴിഞ്ഞ മാസം 7-ാം തീയതി രാഹുൽ ഗാന്ധി പ്രസംഗിച്ചതാണ്. ഞങ്ങൾ ഇത്തരത്തിലുള്ള മുഴുവൻ സ്വത്തും പിടിച്ചിറക്കിക്കൊണ്ട് ജനങ്ങൾക്ക് വിതരണം ചെയ്യും. ഇവർ തന്നെ പറഞ്ഞതാണ് അഖണ്ഡതയ്ക്കും ഈ രാജ്യത്തെ തകർക്കുവാനല്ലേ സത്യത്തിൽ കോൺഗ്രസ് നോക്കുന്നത്. ഏതേതൊക്കെ കാലഘട്ടത്തിലാണ് ഞാൻ ഒരു ചരിത്രവും കൂടി പറയാം. ഒന്ന്, ചരിത്രത്തിൽ ആദ്യം രാജ്യത്തെ തകർക്കുവാൻ ശ്രമിച്ചത് ബ്രിട്ടീഷുകാരനാണ്. അത് ആദ്യമായി അവർ കൊണ്ടുവന്നത് ആര്യ ദ്രാവിഡവാദം കൊണ്ടുവന്നപ്പോൾ അതിനെയും കോൺഗ്രസ് ശക്തമായി എതിർത്തില്ല. രണ്ടാമത് ബ്രിട്ടീഷുകാർ കൊണ്ടുവന്ന ഇന്ത്യയിലെ ഹിന്ദു മുസ്ലിം വിഭാഗത്തെ എതിർത്തുകൊണ്ട് ഈ രാജ്യത്തെ തകർക്കുവാൻ ശ്രമിച്ചപ്പോൾ അതിനും കോൺഗ്രസും നെഹ്റുവുമാണ് സോഫ്റ്റ് കോർണർ ഉണ്ടാക്കി അത് ഇന്ത്യയെ വിഭജിക്കാൻ ശ്രമിച്ചത്. അതിനുശേഷം ആര്യദ്രാവിഡവാദവും ഹിന്ദു മുസ്ലിം വാദവും കഴിഞ്ഞിട്ട് പിന്നീട് കൊണ്ടുവന്നത് ഹിന്ദുക്കളെ തന്നെ തകർക്കുവാനായിട്ട് ബ്രാഹ്മൺ ദളിത് ഒരു കോൺട്രഡിക്ഷൻ ഉണ്ടാക്കി അതിനെ തകർക്കാൻ പോയപ്പോൾ അതും കോൺഗ്രസ് തടയുവാനോ ഇതുവരെ അതിനെതിരോ പറഞ്ഞില്ല. ഇപ്പോഴിത് ഇന്ത്യയെ തെക്കും വടക്കുമായി വിഭജിക്കുമ്പോൾ ഡയറക്റ്റ് ആയിട്ട് DK ശിവകുമാറും അദ്ദേഹത്തിന്റെ ബ്രദറും നേരിട്ട് വന്നിട്ട് പറയുന്നു ഇന്ത്യ, തെക്കേ ഇന്ത്യ മറ്റൊരു രാജ്യമാവണമെന്ന് പറയുന്നു. അതുകൊണ്ട് ഈ രാജ്യത്തെ തകർക്കുവാൻ, രാജ്യത്തെ രണ്ടാക്കുവാൻ, വിഭജിക്കുവാൻ വീണ്ടും കോൺഗ്രസ് ശ്രമിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും വലിയ കാര്യം. എന്നിട്ട് ഇവർ പറയുകയാണ് ഭരണഘടന ഇവർക്ക് ഏറ്റവും വലുതാണ്, ഈ രാജ്യത്തിന്റെ അഖണ്ഡത വലുതാണെന്ന് പറയും. ഇവരുടെ MP-മാർ തന്നെ രാജ്യത്തെ രണ്ടാക്കണമെന്ന് പറയും. അതുകൊണ്ട് ഞാൻ സൂചിപ്പിച്ചത് ഈ രാജ്യത്തെ തകർക്കുവാൻ, ഇവിടുത്തെ ജനങ്ങളെ വിഭജിക്കുവാൻ, ഇവിടുത്തെ ജനങ്ങളുടെ സ്വത്ത് അടിച്ചു മാറ്റുവാൻ, അത് മുഴുവൻ. ഞാൻ ചോദിക്കട്ടെ, അങ്ങനെയാണെങ്കിൽ ഇവർ തന്നെ പറയുന്നു സൗത്ത് ഇന്ത്യ ഹാസ് ബീൻ ഡെവലപ്ഡ് എ ലോട്ട് ദാൻ ദ നോർത്ത്. അപ്പോൾ നിങ്ങൾ ഈ സൗത്ത് ഇന്ത്യയിലെ വികസിത ഒരു സംസ്ഥാനങ്ങളിലെ സ്വത്ത് എടുത്തിട്ട് നിങ്ങൾ ബീഹാറുകൾക്ക് കൊടുക്കുവാൻ അംഗീകരിക്കുമോ? ബംഗാളിൽ നിന്നും കുടിയേറിയ റോഹിംഗ്യൻ അഭയാർത്ഥികൾക്കൊക്കെ നിങ്ങൾ ഈ സ്വത്ത് കൊടുക്കുമോ? നിങ്ങൾ തന്നെ പറയുന്നുണ്ട് CAA നിയമം നിങ്ങൾ അംഗീകരിക്കുന്നില്ല. അപ്പോൾ CAA നിയമം അംഗീകരിച്ചില്ലെങ്കിൽ മറ്റ് രാജ്യങ്ങളിൽ നിന്നും കുടികേറി പാർക്കുന്ന അവിടുത്തെ അസംഖ്യം കോടിക്കണക്കിന് ആളുകൾക്ക് ഇന്ത്യൻ പൗരത്വം നൽകുകയും അതുപരി കേരളത്തിലെയും ഇന്ത്യയിലെയും സൗത്ത് ഇന്ത്യയിലെയും സ്വത്ത് മുഴുവൻ അവർക്ക് കൂടി വിഭജിച്ചു കൊടുക്കും എന്നാണോ നിങ്ങൾ പറയുന്നത്? അപ്പോൾ ഇത്തരത്തിൽ സാധ്യമല്ലാത്ത അല്ലെങ്കിൽ രാജ്യത്തെ ജനങ്ങളുടെ സ്വത്ത് പോലും എടുത്തു മാറ്റിക്കൊണ്ട് വിദേശികൾക്ക് നൽകുന്ന നയമാണ് കൊണ്ടുവരുന്നത്. അതുപോലെ തന്നെ SC/ST സംവരണം അട്ടിമറിക്കുന്നു, OBC സംവരണം അട്ടിമറിക്കുന്നു, രാജ്യത്തെ തകർക്കുക. എന്നിട്ട് പറയുകയാണ് ഞങ്ങൾ വിദേശത്തു നിന്ന് വരുന്ന ഇൻകം ടാക്സിനെല്ലാം ടാക്സ് ചുമർത്തും എന്നുള്ളത് പറയുന്നു. ഇത് സൂചിപ്പിക്കുന്നത് ഇന്ത്യയുടെ സമ്പത്ത് എടുത്തുകൊണ്ട് ഇതുവരെ ഇന്ത്യ വളർത്തിയെടുത്ത സമ്പത്തുകൾ രാജ്യത്ത് വിതരണം ചെയ്യുന്നതല്ല, വിദേശികൾക്ക് മറ്റു രാജ്യത്തു നിന്നും കടന്നു കയറിയവർക്ക് വരെ വിതരണം ചെയ്തുകൊണ്ട് ഇന്ത്യയുടെ വളർച്ച മുരടിപ്പിക്കുവാനും അതുവഴി ഇവരുടെ സന്തത സഹചാരികളും ഇവർക്ക് ഫിനാൻസ് ചെയ്യുന്ന ചൈനയെ പോലുള്ള രാജ്യങ്ങളിലേക്ക് മറ്റു സമ്പത്ത് കടത്തുവാനുമാണ് ഇവർ ശ്രമിക്കുന്നത് എന്ന് സാധാരണ ജനങ്ങൾ സംശയിച്ചാൽ അവരെ കുറ്റം പറയാൻ പറ്റുമോ? ഇതാണ് ഈ രാഷ്ട്രീയത്തിൽ, കോൺഗ്രസിൻ്റെ രാഷ്ട്രീയത്തിൽ ഞാൻ കാണുന്ന ഏറ്റവും വലിയ തെറ്റ്. അവർക്ക് ഈ രാജ്യത്തോടല്ല സ്നേഹം, മറ്റു രാജ്യങ്ങളെ സഹായിക്കുക, ഇന്ത്യയെ തകർക്കുക. ഒരു മാവോയിസ്റ്റ് സ്വഭാവം ഈ കാലഘട്ടത്തിൽ, രാഹുൽ ഗാന്ധിയുടെ കാലഘട്ടത്തിൽ ഈ കോൺഗ്രസ്സിന് വന്നിരിക്കുന്നു. അതുകൊണ്ടാണ് യഥാർത്ഥ കോൺഗ്രസ്സുകാർ മടിക്കുന്നതും ആ പാർട്ടിയിൽ നിന്ന് വിട്ടുപോകുന്നതും. ഒരു സംശയവുമില്ല, രാജ്യത്തെ ജനങ്ങളും ഈ മാവോയിസ്റ്റ് തീവ്രവാദത്തിൻ്റെ ഭാഗമായി ഒരു തങ്ങളുടെ രാഷ്ട്രീയമായി കോൺഗ്രസിൻ്റെ ഗാന്ധിയൻ സോഷ്യലിസവും എല്ലാം മറന്നുകൊണ്ട് ഒരു മാവോയിസ്റ്റ് അർബൻ നക്സലൈറ്റ് സ്വഭാവത്തിലേക്ക് മാറിയ കോൺഗ്രസിനെ കൈവെടിയുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല.